ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് ആപ്പ്. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ റെസിപ്പി ധാബ സ്റ്റൈൽ ചോലയാണ്. നമ്മുടെ ഭട്ടൂരയുടെ കൂടെ കഴിക്കണ ചോലെ. അപ്പോൾ ധാബ സ്റ്റൈൽ ചോല എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് കാബൂലി ചന 8 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു 3 to 4 കപ്പ് വെള്ളം ചേർത്തിയിട്ടുണ്ട് ഒരു പ്രഷർ കുക്കറിലേക്ക്. എന്നിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഇത് ഒരു പോമോഗ്രാനറ്റില്ലേ, നമ്മുടെ അനാർദാന അല്ലെങ്കിൽ നമ്മുടെ മാതളം എന്നൊക്കെ പറയില്ലേ, അതിലത്തെ തോല് ഞാൻ ഉണക്കിയിട്ടുള്ളതാണ്. അത് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സാധനമാണ്. അത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതില്ല വെച്ചാൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ വരെ പോകെ ഞാൻ പറയാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 കഷ്ണം പട്ടട കഷ്ണമാണ്. ഞാൻ നേരത്തെ പോട്ട്ലി ബാഗിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അങ്ങനെ ഇട്ട് കൊടുക്കണം നല്ലത്. ഇനി 2 ഏലക്ക, പിന്നെ ഒരു 3 ഗ്രാമ്പൂ എന്നൊക്കെ പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആക്ച്വലി നല്ലൊരു കളറും ടേസ്റ്റും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീ ബാഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ടീ ബാഗ് ഇല്ലെങ്കിൽ ഒരു ചെറിയ തുണി കഷ്ണത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് മുക്കി വയ്ക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ഈ വെള്ളം നമ്മൾ കളയില്ല. പിന്നെ വെള്ളത്തിൻ്റെ ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ, നമ്മുടെ കടലയെക്കാട്ടിലും ഏകദേശം 1 സെൻറ്റിമീറ്റർ മേലെ കിടക്കണം വെള്ളം. അതാണ് കറക്റ്റ് അളവ് ഓഫ് വെള്ളം. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുത്താൻ പോകും. അതിൻ്റെ കൂടുതൽ വെക്കരുത്. പിന്നെ ആ നേരം കൊണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് സബോള ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ആപ്പിൾ തക്കാളിയാണ്, പുളി കുറവുള്ള തക്കാളി ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പ്രഷർ ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ പ്രഷർ കുക്കർ തുറന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ കടലൊക്കെ കറക്റ്റ് ആവശ്യത്തിന് വേവേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ടീ ബാഗും പിന്നെ ഈ പോമോഗ്രാനറ്റിൻ്റെ തൊലിയും ഒക്കെ എടുത്ത് മാറ്റണം. പിന്നെ ചില സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. അപ്പോൾ അതാ 1 കഷ്ണം പട്ടട ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ കടല ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് കൊഴുപ്പ് തരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കറിക്ക് കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണേ. പിന്നെ കുറച്ച് നമ്മുടെ ബാക്കിയുള്ള സ്പൈസസ് ഉണ്ടല്ലോ, 1 ഏലക്ക, 3 ഗ്രാമ്പൂ, ഇതൊക്കെ എടുക്കുക. അപ്പോൾ ഈ പോട്ട്ലി ബാഗ് ഇടണോണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ അതിലത്തെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നേരം കൂടെ ആക്കിയാൽ ഈ തപ്പേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പട്ടട കഷ്ണമില്ലേ, അത് ഞാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത് ഞാൻ കളയാൻ പോവുകയാണ്, ഇത് ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇത് കളയാൻ പോവുകയാണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ 1 ഏലക്ക എടുക്കുള്ളൂ, അതേപോലെ 1 പട്ട എടുക്കുള്ളൂ. ബാക്കിയുള്ള 3 ഗ്രാമ്പും ഇതും നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ 1 സബോളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കും. ഇനി ഇതാണ് ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതാണ് കറിക്ക് ഉപയോഗിക്കാൻ പോണത്. ഇനി ഞാൻ ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു അയൺ കടായി ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അയൺ കടായിലാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാനിതൊന്ന് വെള്ളം പോട്ടെ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച്, നമ്മുടെ ഗീയാണ് ആഡ് ചെയ്യണം. അപ്പോൾ അത് ബേൺ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 3 ടീസ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, നമ്മുടെ നെയ്യ്. എന്നിട്ട് 1 ടീസ്പൂൺ ജീരകവും അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള സബോള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആവണത് വരെ ഞാനത് ഇളക്കി കൊടുക്കാൻ പോവുകയാണേ. അത് ട്രാൻസ്ലൂസൻ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ജീരകവും പെരുംജീരകവും അതിൻ്റെ പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല, അത് നല്ല ടേസ്റ്റ് വരും. ഇനി അത് ട്രാൻസ്ലൂസൻ്റ് ആയതിന് ശേഷം ഞാൻ എൻ്റെ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്തതിൻ്റെ തക്കാളി, മുറിച്ച് വെച്ച തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുക, അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ വേഗമായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അടി പിടിക്കേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി എൻ്റെ തക്കാളി ഏകദേശം മാഷ്ഡ് ആയിട്ട് വരുമ്പോൾ ഞാൻ 1 കൈപ്പിടി കസൂരി മേത്തി ഉണ്ടല്ലോ, അത് ഈ നേരത്താണ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു സ്മെല്ല് വരിക. ഞാൻ എൻ്റെ കസൂരി മേത്തി കൈ കൊണ്ട് ഇങ്ങനെ കൈയിൻ്റെ ഇടയിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ പറയാൻ മറന്ന സാധനം, പോമോഗ്രാനറ്റിന് തോലില്ലെങ്കിൽ കുറച്ച് പോമോഗ്രാനറ്റ് എടുത്ത് അരച്ച് ചേർത്താലും മതി. ഓക്കെ, ഇനി അടുത്തത് ഞാൻ 1 വലിയ സബോളയും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസും കടലയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പോവാണ്.
നമ്മുടെ തക്കാളിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിമിൽ ഓയിൽ വെക്കാൻ നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാനിതിലേക്ക് നമ്മുടെ കീറി വെച്ചിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ പേസ്റ്റ് ഉണ്ടാക്കണില്ലേ, ഉള്ളിയും ഇതൊക്കെ കൂടെയുള്ള പേസ്റ്റ്, അതിലേക്ക് നേരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ എരിവുണ്ടാവും. അപ്പോൾ എനിക്ക് പിള്ളേരൊക്കെ കഴിക്കണോണ്ട് ഞാൻ കാര്യമായി എരിവിടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് ഞാൻ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, ഓണിയനും കടല ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ആ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നേരത്തൊക്കെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൻ്റെ ഇടയിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ മസാലകളാണ് കേട്ടോ. നമ്മുടെ അരച്ച സബോളയുടെ ആ പച്ചമണം പോണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാര്യം എരിവുണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് വീഡിയോയിൽ പെട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ 1 ടീസ്പൂൺ നമ്മുടെ ചുക്കുപൊടി ഉണ്ടല്ലോ, അതിന് ഹിന്ദിയിൽ സോന്ത് പൗഡർ എന്നൊക്കെ പറയും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈക്ക് ആക്ച്വലി നമ്മുടെ ആക്ച്വൽ ചന മസാല ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്പൈസസ് ആണ്. അപ്പോൾ 1 ടീസ്പൂൺ സോന്ത് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടി പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോയിൽ വെക്കാൻ മറക്കരുത്. മുൻപത്തെ മാസം ഞാനിങ്ങനെ ഒരു റീസെല്ലിംഗ് ബിസിനസ്സൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഉഷാറായി വന്നതാണ്. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് 2 വലിയ ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ്. 2 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചന മസാല പൗഡറാണുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചന മസാല പൗഡർ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. കൊഴുപ്പ് കൂടുണ്ട്, അടിപ്പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് വേണമെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അപ്പോൾ നോക്കുക, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്യാൻ സമ്മതിക്കുക ലോ ഫ്ലെയിമിൽ. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കടലയും അതിൻ്റെ കൂടെയുള്ള വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പ് എന്തുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതെ വെച്ചാൽ ഈ വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇനി ഒന്ന് തിളയ്ക്കാൻ സമ്മതിക്കാം. അപ്പോൾ ഒരു നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ആ കടലയിൽ പിടിക്കാൻ സമ്മതിക്കാം. അപ്പോൾ എൻ്റെ കടല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ചിലവർക്ക് ഈ കറുത്ത കളർ ഇഷ്ടമായിരിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചായ ബാഗ് നമ്മൾ ചായപ്പൊടി ആഡ് ചെയ്യില്ലേ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ കളറ് വീട്ടിലാന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ നമ്മുടെ മല്ലി
മുറിച്ചിട്ടിട്ടുള്ള മല്ലിയില മുറിച്ചിട്ടത് ചെപ്പം തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചൂടോടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഇറങ്ങുക. അപ്പോൾ ഞാൻ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ചെറിയ കുഞ്ഞി കടായി ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അതിലേക്ക് മാറ്റാൻ പോവാണ്. എന്നിട്ട് പ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഭട്ടൂരയാണ് ഇന്ന് രാത്രി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ധാബ സ്റ്റൈൽ ചോല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭട്ടൂരയുടെ ഒരു റെസിപ്പി ഞാനിത് കഴിഞ്ഞായിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഒരു വീറ്റ് ഭട്ടൂരയുടെ റെസിപ്പി. അപ്പോൾ അത് അടുത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഉള്ളി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലവർക്കിത് നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇതിപ്പോൾ ആവശ്യത്തിന് പുളി തോന്നി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ ചേർത്താത്തത്. അപ്പോൾ ഞാൻ മല്ലിയുടെ ഇല ചേർത്തിട്ട് എൻ്റെ ധാബ സ്റ്റൈൽ ചോലെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. ബൈ ബൈ.